ചെമ്പനിപ്പ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന ഒരു എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണം. ലക്ഷ്മിയോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ദേവു പൂ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ദേവു നിനക്ക് സമയമായില്ലേ, നീ പൊക്കോ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇല്ല അമ്മേ, സമയം ആയിട്ടൊന്നുമില്ല, ഇന്ന് അമ്മയ്ക്ക് ഒരുപാട് ഓർഡർ ഉള്ളതല്ലേ, അതുകൊണ്ട് ഞാനിത് കെട്ടി തീർത്തതിന് ശേഷം പൊക്കോ. ദേവു, നീ ഇവിടെ നിന്നിട്ട് ജോലി ചെയ്യുന്നു, ഇത് കഴിഞ്ഞിട്ട് നിനക്ക് അവിടെയും പോയിട്ട് ജോലി ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്നും അമ്മേ എനിക്കൊരു പ്രശ്നമേ അല്ല, ഇവിടെ അമ്മയ്ക്കല്ലേ ബുദ്ധിമുട്ടുള്ളത്, ഈവനിങ് വരെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ പൂ കെട്ടണ്ടേ, അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല, നീ പെട്ടെന്ന് തന്നെ പോവാൻ വേണ്ടി നോക്ക്. ഇല്ല അമ്മേ, ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പൊക്കോളോ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവു അവിടെ നിന്ന് പൂ കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ശരത്ത് വരുന്നത്. വന്നോടനെ തന്നെ അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്, അമ്മ ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്, ഞാൻ നേരത്തെ പോവാണ് എന്നുള്ള കാര്യം. നീ ഭക്ഷണമൊക്കെ കഴിച്ചില്ലേടാ, ദോശയൊക്കെ ഞാൻ അവിടെ ഉണ്ടാക്കി വെച്ചിരുന്നു, അതെല്ലാം അമ്മ കഴിച്ചിട്ടുണ്ട്. ശരത്തെ, ഇപ്പൊ നീ എങ്ങനെയാണോ പോകുന്നത് അതുപോലെ തന്നെ പോകണം. അമ്മയ്ക്ക് അത് കാണുന്ന സമയത്ത് നല്ല സന്തോഷമുണ്ട്. ഇനി നീ നന്നായിട്ട് പഠിച്ചിട്ട് നല്ല മാർക്കോട് കൂടി പാസ്സാക്കുകയും വേണമെന്ന് പറയുകയാണെ. അതെല്ലാം അമ്മ ഞാൻ നോക്കിക്കോളാം. അമ്മയുടെ കാലുവേദന എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇപ്പൊ കുറവുണ്ട്, അമ്മ മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കുന്നില്ലേ എന്ന് ദേവും ചോദിക്കുന്നുണ്ട്. അതെല്ലാം ഞാൻ കൃത്യമായിട്ട് തന്നെ കഴിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അമ്മ ഒരു കാര്യം ചെയ്യാം, ഇന്ന് ഒരുപാട് ഓർഡർ ഉണ്ടല്ലോ, ഞാൻ ലീവ് എടുത്തിട്ട് അമ്മയ്ക്ക് ഇന്ന് ഫുള്ള് പൂ കെട്ടിത്തരാ എന്ന് പറയുന്നുണ്ട്. അതൊന്നും വേണ്ടടി, നീ ലീവ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്റെ ഈ മാസത്തെ സാലറിയും കട്ട് ചെയ്യും, അതൊന്നും വേണ്ട, നീ വേഗം തന്നെ പോവാൻ വേണ്ടി നോക്കുമെന്ന് പറയാണ്. അപ്പോഴേക്കും രേവതിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ദേവുവിന്റെ അടുത്തും അതുപോലെ തന്നെ ശരത്തിന്റെ അടുത്തും പോവാറായില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ചേച്ചി ഇതാ ഞാൻ പോവാണ്, നന്നായിട്ടൊക്കെ പഠിക്കുന്നില്ലേടാ. ഉണ്ട് ചേച്ചി, അങ്ങനെയാണെങ്കിൽ നീ പോയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് രേവതി അവന്റെ കയ്യില് പണവും കൊടുക്കുന്നുണ്ട് കേട്ടോ. വേണ്ട ചേച്ചി എന്ന് പറയുന്നുണ്ടെങ്കിലും, ഇല്ലടാ നീ ഇത് കയ്യിൽ വെച്ചോ, പൊക്കോ എന്ന് പറഞ്ഞിട്ട് അവനെ അവിടുന്ന് പറഞ്ഞു വിടുവാണ്. തുടർന്ന് ദേവുവിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ, ചേച്ചി പോവാറായിട്ടില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. ശരത്ത് ഇപ്പോ നല്ല രീതിയിലാണ് മോളെ പോയിക്കൊണ്ടിരിക്കുന്നത്, കൃത്യസമയത്ത് വീട്ടിൽ വരുന്നുണ്ട്. എപ്പൊ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും പുസ്തകത്തിന് മുന്നിലാണെന്നൊക്കെ രേവതിയുടെ അടുത്ത് ഭയങ്കര സന്തോഷത്തോടു കൂടി ലക്ഷ്മി പറയാണ്. അമ്മേ, അവൻ പണ്ടും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ, ഇടയ്ക്ക് ആ ആന്റണിയുടെ കൂടെ ചേർന്നിട്ടല്ലേ അവന് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായത്, എന്നാ ഇപ്പോ ആന്റണിയുടെ തനി സ്വരൂപം മനസ്സിലായത് കൊണ്ട് തന്നെ അവൻ ഇനി നേരായ വഴി കൂടി തന്നെ പോയിക്കോളൂ അമ്മേ എന്നൊക്കെ രേവതിയും പറയുന്നുണ്ട്. അങ്ങനെ അവര് സംസാരിക്കുന്നതിന്റെ ഇടയ്ക്കാണ് അവിടുന്ന് നമ്പൂതിരി രേവതി എന്ന് പറഞ്ഞു വിളിക്കുന്നത്. 3 പേരും കൂടി ചേർന്ന് ആ നമ്പൂതിരിക്ക് അരികിലേക്ക് ചെല്ലുന്ന സമയത്ത് ഒരു സ്ത്രീയും അവരുടെ കൂടെയുണ്ട്. ഇത് ആരാന്നുള്ള കാര്യം മനസ്സിലായോ എന്നുള്ള കാര്യം രേവതിയുടെ അടുത്ത് ആ നമ്പൂതിരി ചോദിക്കുന്നുണ്ട്. ആ മനസ്സിലായി, എല്ലാ പ്രാവശ്യവും ബൊമ്മക്കുല്ലു വെക്കുന്ന ആളല്ലേ എന്ന് ചോദിക്കുകയാണ്. അതെ, ഇത്തവണ അവർക്ക് വെക്കാൻ വേണ്ടിട്ട് ചെറിയ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് രേവതിയുടെ അടുത്ത് പറ്റുമെന്ന് ചോദിക്കുകയാണ്. രേവതിക്കാണെന്നുണ്ടെങ്കിൽ 10 ദിവസം അമ്പലത്തിൽ വന്ന് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ അമ്മയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, അത് ഞാൻ ചെയ്തു കൊടുത്തോളാം, അമ്പലത്തിലേക്കുള്ള കാര്യമല്ല, അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയാണ്. അങ്ങനെ ലക്ഷ്മി ഇവിടെ ഒരുപാട് നാളായിട്ട് കട വെച്ച് നടത്തുന്ന ആളാന്നൊക്കെ പറഞ്ഞിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അവര് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തന്നെ ചെയ്തോളും. ശരി, അതിനുവേണ്ടിയുള്ള പണവും കാര്യങ്ങളൊക്കെ അവർ തന്നോളാം എന്ന് പറയാണ്. അങ്ങനെ അഡ്വാൻസ് ആയിട്ട് കുറച്ച് എമൗണ്ട് കൊടുക്കുന്നുണ്ട്. അതൊന്നും വേണ്ട, ഞാൻ ആരംഭിച്ചതിന് ശേഷം നിങ്ങൾ തന്നാ മതി എന്ന് പറയുമ്പോൾ, വേണ്ട വേണ്ട, സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പണത്തിന്റെ ആവശ്യം വരും, അതുകൊണ്ട് തന്നെ ഇത് കയ്യിലോളൂ വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവർ നിർബന്ധിച്ചു കൊടുക്കുവാണ്. തുടർന്ന് രേവതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിന്റെ കല്യാണം കഴിഞ്ഞു എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു, വീട്ടില് ബൊമ്മക്കുലു വെക്കാറുണ്ടോ എന്ന് ചോദിക്കാണ് കേട്ടോ. ഇല്ല, ഇതുവരെ വെച്ചിട്ടില്ല, അങ്ങനെയാണെങ്കിൽ ഇത്തവണ വെക്കുന്നത് നന്നായിരിക്കും, വീട്ടില് ഐശ്വര്യം വരും. നിനക്ക് കുഞ്ഞുങ്ങളായോ എന്ന് ചോദിക്കുമ്പോൾ ഇതുവരെ ഇല്ലെന്ന് രേവതി പറയണേ. അങ്ങനെയാണെങ്കിൽ ഇത്തവണ ഉറപ്പായിട്ടും വെക്കണം, എന്നിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിനക്ക് ഉടനെ തന്നെ ഒരു കുഞ്ഞു പിറക്കും എന്നുള്ള കാര്യം കൂടി പറയാണ്. ശരി, ഞാൻ എന്തായാലും അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കട്ടെ എന്നാണ് രേവതി പറയുന്നത്. അവര് പോയി കഴിഞ്ഞ ശേഷം ലക്ഷ്മിയാണെന്നുണ്ടെങ്കിൽ വീട്ടില് വെച്ചൂടെ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചോദിക്കാണ് കേട്ടോ. അത് ആദ്യം വീട്ടിൽ ചോദിക്കണം, എന്നാ മാത്രമല്ലേ പറ്റുള്ളൂ. എന്റെ അമ്മായിമ്മ എന്തൊക്കെയാ പറയുന്നുള്ള കാര്യം അമ്മയ്ക്ക് തന്നെ അറിയാവുന്ന കാര്യമാണല്ലോ. ഞാൻ ആദ്യം സച്ചേട്ടന്റെ അടുത്തൊന്ന് ചോദിച്ചു നോക്കട്ടെ. നീ രവിയേട്ടന്റെ അടുത്ത് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സമ്മതിക്കുമെന്ന് പറയുന്നുണ്ട്. ആദ്യം ഞാൻ സച്ചേട്ടനെ വിളിച്ചൊന്ന് ചോദിക്കട്ടെ, അതിനുശേഷം മാത്രമേ ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുള്ളൂ. സച്ചേട്ടനെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ചേച്ചി ഒരു കാര്യം പറഞ്ഞ സച്ചേട്ടൻ വേണ്ട എന്നുള്ള കാര്യം ഒരിക്കലും പറയില്ലല്ലോ എന്നൊക്കെ ദൈവവും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് വർഷയുടെ ഡബ്ബിംഗ് സ്റ്റുഡിയോ ആണ് കാണിക്കുന്നത്. വർഷയും അതുപോലെ തന്നെ വേറൊരാളും കൂടി ഇരുന്നിട്ട് ഒരുമിച്ചാണ് ഡബ്ബിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നോർമലി ഓരോരുത്തരാണല്ലോ ഡബ്ബിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സീരിയലിന്റെ എപ്പിസോഡ് വേഗം പോകാനുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് 2 പേരും കൂടി ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇരിക്കുന്ന ആള് പറയുന്നത്. അതേസമയം തന്നെയാണ് മഹിമ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. വർഷ ഡബ്ബിംഗിൽ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ ഇവള് ജീവിതത്തിലും ഇതുപോലെ തന്നെയാണല്ലോ സംസാരിക്കുന്നതെന്ന് മഹിമ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അവിടെയുള്ള സാറാണെന്നുണ്ടെങ്കിൽ വർഷയുടെ അടുത്ത് അമ്മ വന്നിട്ടുണ്ട് കാണാനെന്നുള്ള കാര്യം പറയുകയാണ്. മഹിമ എന്തോ പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ വർഷ കാര്യം അന്വേഷിക്കുന്നുണ്ട്. വന്നിട്ട് മഹിമ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ കാര്യം എന്താണെന്നുള്ള കാര്യം അമ്മ സ്ട്രെയിറ്റ് ആയിട്ട് പറയൂ, എനിക്ക് ജോലി ഉണ്ടെന്ന് പറയുകയാണെ. ഞാൻ ഷോപ്പിങ്ങിന് പോയപ്പോ ശ്രീകാന്തിനെ കണ്ടു എന്ന് പറയുകയാണ്. അതിനെന്താണ് അമ്മേ, ശ്രീകാന്ത് അവിടെ ഒറ്റയ്ക്കല്ലായിരുന്നു, ഷോപ്പിൽ എങ്ങനെയാ അമ്മേ ശ്രീകാന്ത് ഒറ്റയ്ക്കാവുന്നത്? അവിടെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടാവില്ലേ,
അതല്ല വർഷേ ഞാൻ പറയുന്നത്. അവന്റെ കൂടെ ഒരു പെണ്ണുണ്ടായിരുന്നു. പേര് ചോദിച്ചപ്പം നീതു അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. അത് ആരാണെന്നുള്ള കാര്യം ചോദിച്ചപ്പോ ഹോട്ടൽ ഓണറിന്റെ മകളാണെന്നാ പറഞ്ഞത്. ശരി അമ്മ, അതിനിപ്പോ എന്താണ്? നീ എന്താ വർഷേ സാധാരണ പോലെ ചോദിക്കുന്നത്? നിനക്ക് എന്താടി ഷോക്കായില്ലേ? അമ്മ എന്താ കറണ്ടാണോ പാസ് ചെയ്തത് എനിക്ക് ഷോക്ക് അടിക്കാൻ വേണ്ടിയിട്ട്? ഇപ്പൊ അമ്മയുടെ പ്രശ്നം എന്താണ്? എടി, എന്തിനാണ് കല്യാണം കഴിഞ്ഞതിന് ശേഷം അവൻ വേറൊരു പെണ്ണിന്റെ കൂടെ ചുറ്റിക്കറങ്ങുന്നത്? അമ്മേ, ഹോട്ടലിലെ വെസൽസും കാര്യങ്ങളൊക്കെ മാറ്റുന്ന കാര്യത്തെക്കുറിച്ച് ശ്രീകാന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. അതിനിപ്പോ അമ്മയുടെ പ്രശ്നം എന്താണ്? ഇല്ല വർഷേ, എനിക്കെന്തോ ആ പെണ്ണിനെ കണ്ടിട്ട് അത്ര നല്ലതായിട്ട് തോന്നിയില്ല. അവൾ എന്തോ ഒരു മാതിരിയുണ്ട്. അത് കേട്ട വർഷയാണെന്നുണ്ടെങ്കിൽ ഇരുതടന്ന് ചെയറൊക്കെ എടുത്തിട്ട് അമ്മയുടെ അരികെ പോയിരുന്നിട്ട് ഏത് ടൈപ്പാന്ന് ചോദിക്കണേ. ഒരു തവണ കണ്ടപ്പോഴേക്കും അമ്മയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായോ? ഇത് നോക്ക് വർഷേ, ചിലരെ എനിക്ക് ഒരു തവണ കണ്ടാൽ തന്നെ കാര്യമൊക്കെ മനസ്സിലാകും. ആ പെണ്ണെന്തായാലും ശരിയല്ല. ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ ആ പെണ്ണിന്റെ കൂടെ ചുറ്റിക്കറങ്ങുന്നു. ശരി, ഇപ്പോ അമ്മയുടെ പ്രശ്നം എന്താണ്? ഞാൻ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞു വരുന്നത്. അതല്ല വർഷേ, ശ്രീകാന്ത് നല്ല പയ്യൻ തന്നെയാണ്. എങ്കിലും കാണുന്നവർക്ക് അങ്ങനെ തോന്നണമെന്നില്ല. അതുമാത്രമല്ല, എത്ര നല്ലവരായിരുന്നാലും ചിലരുടെ കൂടെ ചേർന്നാൽ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും എന്താ ഇപ്പോ അമ്മ എന്താ പറഞ്ഞു വരുന്നത്? മരം ചുമ്മാ ഇരുന്നു കഴിഞ്ഞാലും കാറ്റ് വെറുതെ വിടില്ല എന്നാണ്. ഉള്ളില് അതുപോലെ ഓരോ വിഡിത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും വർഷേ നിനക്ക് മനസ്സിലാവില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അമ്മ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എനിക്ക് ഒരു മറുപടി മാത്രമേ പറയാനുള്ളൂ. എന്റെ ഭർത്താവ് എന്ന് പറയുന്നത് മല പോലെയാണ്. എനിക്ക് ശ്രീകാന്തിന് പൂർണ്ണ വിശ്വാസമാണ്. അങ്ങനെ എല്ലാവരും പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ വേണ്ടി പാടില്ല വർഷേ എന്നുള്ള കാര്യം പറയുമ്പോൾ അയ്യോ അമ്മേ, അമ്മയുടെ പ്രശ്നം എന്താണ്? പണ്ട് അച്ഛൻ ഒരു പെണ്ണിന്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണിന്റെ പേര് പറയുന്നുണ്ട്. ചുറ്റിക്കറങ്ങാറുണ്ടായിരുന്നല്ലോ. ഇത് നോക്ക് വർഷേ, അത് നമ്മുടെ ഫാമിലി ഫ്രണ്ടാണ്. എന്നാൽ ഇത് അതുപോലെയല്ല. ശ്രീകാന്തിനേക്കാളും പ്രായം കുറഞ്ഞ പെണ്ണാണ് അവള്. അമ്മയെ തെറ്റ് ചെയ്യണമെന്നുള്ളൊരു തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പ്രായം ഒരു പ്രശ്നമല്ല. അങ്ങനെ തെറ്റായിട്ടുള്ള ബിഹേവിയർ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവരൊരിക്കലും പുറത്ത് ഷോപ്പിങ്ങിന് പോവില്ല. പക്ഷേ എന്റെ ലൈഫിൽ ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ മൊത്തമായിട്ട് വിശ്വസിച്ചിട്ട് നിന്റെ ലൈഫിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അതുകൊണ്ട് തന്നെ ശ്രീകാന്തിനെ നീ നിന്റെ കൺട്രോളിൽ വെക്കുകയും ഇതുപോലത്തെ പെണ്ണുങ്ങളുടെ കൂടെ പോയിട്ട് കറങ്ങരുത് എന്നുള്ള കാര്യം നീ വിലക്കുകയും ചെയ്യണം. അതെന്തിനാണ് അമ്മ ഞാൻ പറയുന്നത്? അതെല്ലാം അവന്റെ ഇഷ്ടമാണ്. ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് അവൻ എന്തായാലും നാലിടത്ത് പോയാലേ പറ്റുള്ളൂ. പിന്നെ വലിയൊരു ജോലി. ആ പെണ്ണെന്തോ ഹോട്ടൽ ബിസിനസ് ചെയ്യുന്നു, പുതിയ ബ്രാഞ്ച് ഓപ്പൺ ആക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യമൊക്കെ ശ്രീകാന്ത് വലിയ കാര്യത്തിൽ പറയുന്നു. അവസാനം ശ്രീകാന്ത് വേറൊരു ബ്രാഞ്ച് ഓപ്പൺ ആക്കാതെ നീ നോക്കിക്കോ എന്ന് പറയാണ്. ഇത് കേട്ട വർഷയാണെങ്കിൽ ഇരുന്നിടത്ത് അങ്ങ് എഴുന്നേക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മ ഒരു കാര്യം ചെയ്യൂ. എനിക്ക് അറിയുന്ന ഒരു സീരിയൽ കമ്പനി കഥ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരെ നോക്കുന്നുണ്ട്. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു വെക്കാം. അമ്മ നന്നായിട്ട് കഥ പറയുന്നുണ്ടല്ലോ, അമ്മയ്ക്ക് നല്ല ഇമാജിൻ സ്കില്ലുണ്ട്. അതുകൊണ്ട് നാളെ തന്നെ പോയി ജോയിൻ ചെയ്തോളൂ എന്ന് പറഞ്ഞ് വർഷ പോകുന്ന സമയത്ത് മഹിമയാണെങ്കിൽ വർഷയെ ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്കുക എന്ന് പറയുന്നുണ്ട്. അമ്മ ഇനി കൂടുതലായിട്ട് ഒന്നും പറയണ്ട. ശ്രീകാന്തിനെ കുറിച്ചിട്ട് എനിക്ക് നന്നായിട്ട് അറിയാം. ഇനി ശ്രീകാന്തിനെ കുറിച്ചിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ട് അമ്മ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അമ്മയെ ഉള്ളിലേക്ക് കയറ്റി വിടരുത് എന്നുള്ള കാര്യം ഞാൻ പറയും. അമ്മ പോയിട്ട് അമ്മയുടെ ജോലി നോക്കുക എന്ന് പറഞ്ഞിട്ട് വർഷം അങ്ങ് പോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് വീട്ടില് രേവതി ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചി അങ്ങോട്ടേക്ക് വരുന്നത്. രേവതി അറിയാതെ പുറകിലൂടെ വന്നിട്ട് കെട്ടിപ്പിടിക്കുവാണ്. രേവതി ആണെങ്കിൽ കത്തി പിടിച്ചിട്ട് തിരിയുന്ന സമയത്ത് രേവതി ഞാൻ സച്ചിയാണെന്ന് പറയുകയാണെ. സച്ചിൻ എന്താ പുറകിൽ വന്നിട്ട് ഇങ്ങനെ ഭയപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എന്ന് കരുതിയിട്ട് രേവതി നീ കത്തി എടുത്ത് കുത്താനൊന്ന് നോക്കിക്കളയൽ, കത്തി നമുക്ക് ആദ്യം എടുത്ത് മാറ്റാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് മാറ്റി വെക്കുന്നുണ്ട്. അല്ല സച്ചേട്ടൻ എന്നത് നേരത്തെ വന്നത്? ട്രിപ്പൊന്നുമില്ല, അതുകൊണ്ടാണ് നേരത്തെ അങ്ങ് പോകുന്നത്. നീ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുന്നേ ഉള്ളൂ? അതെ, ഓരോ ദിവസം എന്തുണ്ടാക്കും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് വലിയൊരു ടാസ്ക് ആയിട്ട് മാറിയിട്ടുണ്ട്. അത് ശരി തന്നെയാണല്ലേ രേവതി? കാരണം ഹോട്ടലിൽ ചെന്നിട്ട് നമുക്ക് മെനു കാർഡ് തരുന്ന സമയത്ത് നമുക്ക് ഇന്നതൊക്കെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് അത് ഉണ്ടാക്കി തരും. എന്നാൽ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കണം. അത് ശരി തന്നെയാണ്. പക്ഷേ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ അമ്മ ഇവിടെ കിടന്നിട്ട് ഒച്ചയെടുക്കും. ഇന്ന് ഞാൻ അമ്പലത്തിൽ പോയി, അതാണ് കുറച്ച് ലേറ്റ് ആയി പോയത്. പിന്നെ സച്ചിയേട്ടാ, ഞാൻ ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് അമ്പലത്തിൽ പോയ സമയത്ത് അവിടെ ഗൊലു വയ്ക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല ചെറുപ്പം മുതൽ ഞാൻ ആ കാര്യങ്ങളൊക്കെ കാണുകയും എന്റെ ഒരു ഫ്രണ്ട് എന്റെ കൂടെ പഠിച്ചൊരു കുട്ടിയുടെ വീട്ടില് ഇതെല്ലാം ചെയ്യുന്നുള്ള കാര്യം അവള് ഭയങ്കര അഭിമാനത്തോടു കൂടി പറയാറുമുണ്ട്. ആ സമയം മുതലേ വീട്ടിൽ വെക്കണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഞാനും ചിന്തിക്കാറുണ്ട്. എന്താ നിന്റെ വീട്ടിൽ ഇതുവരെ വെച്ചിട്ടില്ലേ എന്ന് സച്ചി ചോദിക്കുന്ന സമയത്ത് സച്ചിയേട്ടൻ അറിയാലോ എന്റെ വീട്ടിൽ അതിന് മാത്രമുള്ള സൗകര്യമൊന്നും ഇല്ല എന്നുള്ള കാര്യം. അതുപോലെ നമുക്ക് ഇവിടെ വെച്ചാലോ? എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടെന്ന് പറയാണ്. പണ്ടൊക്കെ നിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിന്റെ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അനിയനെ പഠിപ്പിക്കണം, അല്ലെങ്കിൽ നിന്റെ അനിയത്തെ പഠിപ്പിക്കണം, അല്ലെങ്കിൽ ജോലിക്ക് പോകണം, ഇങ്ങനെയൊക്കെയാണല്ലോ പറയാറ്. പക്ഷെ നിനക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്നുള്ള കാര്യം ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ലല്ലോ.
ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ആഗ്രഹമാണോ എന്നുള്ള കാര്യം ചോദിക്കില്ലേ? എല്ലാ തവണയും എന്റെ മനസ്സിലെ ആഗ്രഹം ഉണ്ടാവാറുണ്ട്, പക്ഷേ ഞാൻ അതോടുകൂടി വിടാറാണ്. എന്നാ ഇത്തവണ നമുക്ക് ചെയ്താലോ സച്ചേട്ടാ? വെക്കുന്നതിലൊന്നും കുഴപ്പമില്ല രേവതി, പക്ഷേ അതിനൊക്കെ ഒരുപാട് കാശാവില്ലേ? ഇല്ല സച്ചേട്ടാ, വലിയ രീതിയിലൊന്നും വെക്കണ്ട, ചെറിയ രീതിയിൽ വെച്ചാൽ മതി. ഞാൻ സ്ഥിരമായിട്ട് പൂ കൊടുക്കുന്ന ഒരു കടയുണ്ട്, അവിടെ കുറച്ച് വിലയൊക്കെ കമ്മിയായിട്ട് കിട്ടും. ഓ അങ്ങനെയാണല്ലേ പറയുന്നത്? എന്തായാലും നീ ആദ്യമായിട്ടൊരു ആഗ്രഹം പറഞ്ഞതല്ലേ, നമുക്ക് വെക്കാം. സച്ചേട്ടൻ പറഞ്ഞത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോ ആ ചെയ്യാം, എന്തായാലും നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അമ്മയുടെ അടുത്ത് ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞാലോ? ആ പറഞ്ഞാൽ എന്താ കുഴപ്പം? നമുക്ക് എന്തായാലും പോയിട്ട് പറയാം. ഞാൻ പറഞ്ഞ ഉടനെ തന്നെ എന്റെ അമ്മ ഓക്കെ പറയല്ലോ. രേവതി, ഇത്രയും കാലമായിട്ട് നിനക്ക് മനസ്സിലായിട്ടില്ലേ എന്റെ അമ്മ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കും. ഇനിയിപ്പോ എന്താ സച്ചേട്ടാ ചെയ്യാന്നുള്ള കാര്യം ചോദിക്കുമ്പോ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നീ വർഷയുടെ അടുത്ത് പോയിട്ട് ഈ കാര്യം അമ്മയുടെ അടുത്ത് പറയാൻ വേണ്ടി പറ. അവള് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അമ്മ ഓക്കെ പറയല്ലോ. ഓ അത് ശരിയാണ്, അങ്ങനെയാണെങ്കിൽ ഞാൻ പോയി പറയട്ടെ എന്ന് പറഞ്ഞിട്ട് രേവതി പോകുന്ന സമയത്താണ്, അയ്യോ സച്ചേട്ടാ, ഞാനും അതുപോലെ വർഷയും തമ്മിൽ സംസാരിക്കുന്നില്ല എന്നുള്ള കാര്യമല്ലേ അമ്മയ്ക്ക് അറിയുന്നത്. ഇപ്പൊ ഞാൻ ആ കാര്യത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ചിലപ്പോ ഓക്കെ പറയും, പക്ഷേ എനിക്ക് പൂജ ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നീ പോയിട്ട് പൗഡർ എടുത്തിട്ട് പറ. നല്ല കഥയായി. നമുക്ക് വേണ്ടിയിട്ട് അവരൊരു കാര്യം ചെയ്യില്ല സച്ചേട്ടാ, നമുക്ക് സപ്പോർട്ടും ചെയ്യില്ല. അത് ശരിയാണ്, അല്ലെങ്കിലും ആ ഓടിപ്പോയതിനെ പോലെ തന്നെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിന് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, നമുക്ക് തലവന്റെ അടുത്ത് പറയാം. തലവനോ? ഈ വീടിന്റെ തലവൻ ഒരേ ഒരാൾ മാത്രല്ലേ? അച്ഛൻ്റെ അടുത്ത് പോയിട്ട് പറയാം. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ അമ്മയുടെ അടുത്ത് പറഞ്ഞോളൂ. അതേ സമയത്തിനാണ് രവി പുറത്തു പോയിട്ട് ഇങ്ങനെ കയറി വരുന്നത്. രേവതി വെള്ളം എടുത്ത് വാ എന്ന് പറയുമ്പോൾ ദാ അച്ഛൻ വന്നു, ഞാൻ വെള്ളം എടുത്ത് കൊടുക്കട്ടെ എന്ന് പറഞ്ഞു രേവതി വെള്ളം എടുക്കുമ്പോഴേക്കും സച്ചി അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അതിന്റെ പുറകെ തന്നെ രേവതിയും. അച്ഛൻ പുറത്തു പോയതായിരുന്നു. അതേടാ, ഞാൻ അശോകനെ കാണാൻ വേണ്ടി പോയതായിരുന്നു എന്ന് രവി പറയുന്നുണ്ട്. അതിനിടയ്ക്ക് അച്ഛന് ചായ എടുക്കട്ടെ എന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ട്. വേണ്ട വേണ്ട എന്ന് രവിയും. അച്ഛ, ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ട്, വീട്ടില് കൊലു വെക്കട്ടെ എന്ന് പറയാണ്. ആദ്യം രവിക്ക് കാര്യം മനസ്സിലാവുന്നില്ല, പിന്നീട് ബൊമ്മയൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് അത് ഓ ബൊമ്മ കുലു ആണല്ലേ, അത് വെക്കട്ടെ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ, അല്ലടാ നിനക്കെന്താ പുതിയതായിട്ട് ഇങ്ങനത്തെ ഒരു ആഗ്രഹങ്ങളൊക്കെ? പതിവായിട്ട് നീ അങ്ങനെ ചെയ്യുന്ന ആളല്ലല്ലോ. അല്ല അച്ഛാ, ഇത് എന്റെ ആഗ്രഹമല്ല, രേവതിയുടെ ആഗ്രഹമാണ്. ഓ നല്ല കാര്യം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അച്ഛാ ഞങ്ങൾ വെച്ചോട്ടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ഈ വീട്ടില് ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അമ്മയുടെ അടുത്ത് ഈ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കണ്ടേ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. അച്ഛാ ഞാൻ നന്നായിട്ട് ചെയ്യുന്നുള്ള കാര്യം രേവതി പറയുന്നുണ്ട്, പക്ഷെ അതിന് ചന്ദ്ര സമ്മതിക്കണ്ടേ? അതിനു വേണ്ടിയിട്ടല്ലേ അച്ഛാ ആദ്യം ഞങ്ങള് അച്ഛൻ്റെ അടുത്ത് വന്ന് കാര്യം പറഞ്ഞത്. അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എന്തായാലും സമ്മതിക്കും. എടാ, എല്ലാം അറിഞ്ഞ നീ തന്നെയാണോടാ ഇങ്ങനെ പറയുന്നത്? അല്ല അച്ഛാ, അച്ഛനൊന്ന് സംസാരിച്ചു നോക്ക്. ശരി, ഞാൻ എന്തായാലും ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് രവി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. രവി ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് തന്നെ ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, ശ്രുതിയും വരുന്നുണ്ട്. ശ്രുതിയെ കണ്ട ഉടനെ തന്നെ ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ ശ്രുതി വന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ശ്രുതി രാത്രിയിലേ എത്തുള്ളൂ ആന്റി എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എന്തോ ചോദിക്കാൻ വേണ്ടി വന്നതല്ലേ, എന്താ രവിയേട്ട എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, നമ്മുടെ വീട്ടില് കൊലു വെച്ചാലോ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. ആ ഒരു ഐഡിയ വന്നത് തന്നെ രേവതിയുടെ സച്ചിയുടെ ഭാഗത്തു നിന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട്, എന്നിട്ടെന്താ ഇവർ രണ്ടുപേരും കൂടി അവിടെ ഇരുത്താനാണോ എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുന്നുണ്ട്. അതിപ്പോ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ ഇരിക്കുന്നു, സച്ചിയും സച്ചേട്ടനൊന്ന് ചുമ്മാതിരിക്കുന്നു രേവതി ഈ കാര്യം പറയുന്നത് കേൾക്കുമ്പോൾ പറയുന്നുണ്ട്. സാധാരണയായിട്ട് നിങ്ങൾക്ക് അങ്ങനെ കൊലു വെക്കുന്ന ഐഡിയ ഒന്നും വരാത്തതാണല്ലോ, ഇത് ആരുടെ തലയിൽ നിന്ന് വന്നതാണെന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ, സച്ചിക്കും അതുപോലെ തന്നെ രേവതിക്കും ഒരാഗ്രഹം വീട്ടില് കൊലു വെക്കണോ എന്ന്. അല്ല ആന്റി, ഇതിനു മുമ്പ് ഇവിടെ വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുന്ന സമയത്ത്, അതൊന്നും ഇവിടെ ചെയ്തിട്ടില്ല. ഇപ്പോ ഓരോരുത്തർ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണല്ലോ. ഇപ്പൊ പുതുതായിട്ട് ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുവരേണ്ട കാര്യം എന്താണ്? ദിവസവും ഓരോരോ സ്വീറ്റ് ഇവിടെ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ചോദിക്കുമ്പോൾ, അത് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പുറത്തു പോയിട്ട് കഴിച്ചോളാം എന്ന് സച്ചി പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പുറത്തു പോയിട്ട് അങ്ങ് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇതൊന്നും നടക്കില്ല എന്നും കൂടി പറഞ്ഞുകൊണ്ടാണ് ചന്ദ്ര അകത്തേക്ക് കയറി പോകുന്നത്. പോകുന്ന ചന്ദ്രയുടെ അടുത്ത്, ചന്ദ്രയെ ഇവിടെ വന്ന് നിൽക്കുക എന്ന് പറഞ്ഞ് രവി വീണ്ടും വിളിക്കുവാണേ. ചന്ദ്രയെ പറയുന്നത് അങ്ങോട്ട് കേക്ക്. ഇതിനു മുമ്പ് നിനക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നെന്നുള്ള തോന്നലുണ്ടായിരുന്നില്ല. അന്ന് നീ ഒരു പെണ്ണ് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പൊ അങ്ങനെയല്ല, ഇവിടെ നീ അല്ലാതെ 3 മരുമക്കളുണ്ട്. ഇത് നോക്ക് ചന്ദ്രേ, 3 പേരും കൂടി ചേർന്നിട്ട് കൊലു വെക്കട്ടെ. അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല. എന്തായാലും അതിനൊക്കെ ഒരുപാട് ചെലവ് വരും. അത് മാത്രമല്ല എല്ലാ ദിവസവും പൂജ ചെയ്യണം. അതൊക്കെ അമ്മ ഞാൻ ചെയ്തോളാം എന്നുള്ള കാര്യം രേവതി പറയുന്നുണ്ട്. നീ പൂജ ചെയ്തോളും, അത് ശരി, പക്ഷെ ഇതിനുള്ള ചെലവൊക്കെ ആര് നോക്കും? അതെല്ലാം ഞാൻ നോക്കിക്കോളാം. അതിന് എന്താവോ വെച്ചാൽ അത് എന്റെ കയ്യിൽ നിന്നേ പോവുള്ളൂ സച്ചി. എന്റെ പങ്കിന് ഞാൻ എന്താണോ എന്നെ കൊണ്ട് പറ്റുന്നത് വെച്ചാൽ അത് ഞാനും ചെയ്യുന്ന രവിയും പറയുന്നുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ നടക്കുന്ന വിശേഷമാണല്ലോ, എനിക്കിതെന്തോ ഇതൊന്നും അത്ര വലിയ താല്പര്യമില്ല. അതൊക്കെ ആർക്കാണ് നല്ലപോലെ ചെയ്യാൻ വേണ്ടി പറ്റുക? ഇവളൊക്കെ അത് കണ്ടിട്ടുണ്ടോ ആവോ എന്നുള്ള കാര്യം ചന്ദ്ര കളിയാക്കി ചോദിക്കുകയാണ്. അതൊക്കെ അമ്മയെ ഞാൻ അമ്പലത്തിൽ കണ്ടിട്ടുണ്ട്. അമ്പലത്തിൽ വെച്ചിട്ട് നീ കണ്ടിട്ടുണ്ടാകും, അല്ലാണ്ട് നിന്റെ വീട്ടില് ഇതൊക്കെ വെച്ചിട്ട് കാണാൻ വേണ്ടി പറ്റുമോ? അവിടെ കാല് നീട്ടി മര്യാദയ്ക്ക് കിടക്കാൻ വേണ്ടി തന്നെ സ്ഥലമില്ല, അതിന്റെ ഇടയ്ക്ക് കൊലു വെക്കാൻ എവിടെ സ്ഥലമുള്ളത്? ഇവരെന്താ കൊട്ടാരാണോ അച്ഛാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് സച്ചി ചോദിക്കുകയാണേ. പിന്നെ എന്തിനാടാ നീ എന്റെ വീട്ടില് കൊലു വെക്കണം എന്നുള്ള കാര്യം ചോദിക്കുന്നത്? ചന്ദ്രയെ നിർത്ത് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് അങ്ങ് മാറ്റി നിർത്തുവാണേ. ചന്ദ്രേ, നീ എന്തിനാണ് എല്ലാത്തിനും ഒരു ഇടങ്കോലിടുന്ന രീതിയിൽ കാര്യങ്ങൾ കാണുന്നത്?
ഇത് നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ ചോദിക്കുന്നത്. ഇവരെന്തൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അവസാനം അത് കലാശത്തിലേ വന്ന് ചേരുള്ളൂ എന്നുള്ള കാര്യം ചന്ദ്ര പറയുമ്പോൾ അമ്മേ കൊലു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ നല്ലത് നടക്കുന്നുള്ള കാര്യമാണ് പറഞ്ഞത്. പിന്നെന്താണ് ചന്ദ്ര പ്രശ്നം? ഈ വീട്ടിന് ഒരു കുഞ്ഞ് പറക്കണം എന്നുള്ള കാര്യം ചന്ദ്രയെ നീയും ആഗ്രഹിക്കുന്നില്ലേ? ഈ ഒരു കാരണത്താൽ അത് നടക്കട്ടെ. അങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ ആലോചിക്കുവാണേ. ശരി, ഇപ്പൊ കൊലു വെക്കുക എന്നുള്ള കാര്യം പറയുമ്പോൾ ഇത് ശ്രുതിയൊക്കെ ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല. കാരണം അവര് വലിയ വീട്ടിലെ ആൾക്കാരല്ലേ, അവരുടെ വീട്ടിൽ ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവും. അല്ലെ ശ്രുതിയും ചോദിക്കുമ്പോൾ അതെ ആന്റി ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് എന്തുണ്ടാക്കാനാണ്? വെറുതെ ചുമ്മാ ഓരോരോ കാര്യങ്ങൾ കാട്ടിക്കൂട്ടാൻ. അച്ഛാ, അങ്ങനെ വലിയ വീട്ടിൽ വെച്ചാൽ മാത്രമാണോ അത് നല്ലത്? ഒരുപാട് ക്ഷേത്രങ്ങളിലെ അമ്പലത്തില് പ്രതിഷ്ഠയുണ്ടല്ലോ. എന്തിന് നമ്മുടെ വീട്ടില് പൂജാമുറിയിലും ഫോട്ടോയിലും സാമ്യമുണ്ട്. ഓരോ സ്ഥലത്ത് വെച്ചിരിക്കുന്ന ബിംബങ്ങളിൽ വലുപ്പം ചെറുപ്പം ഉണ്ടാകും. പക്ഷെ എല്ലാം ഒരാൾ തന്നെയല്ലേ. നല്ല മനസ്സുണ്ടായാൽ മതി, ആർക്ക് വേണമെന്നുണ്ടെങ്കിലും കൊലു വെക്കാം. ഇത് നോക്കി രവിയേട്ടാ, കൊലുവൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ദിവസം ആളുകൾ വരികയും പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെ സച്ചിയാണെന്ന് വെച്ചാൽ പറ എന്നുള്ള രീതി വീണ്ടും രവിയെ നിർബന്ധിക്കുകയാണ്. അങ്ങനെ ചന്ദ്രയെ സോപ്പിടാൻ വേണ്ടിയിട്ട് അതിന് ചന്ദ്രയെ നീ നന്നായിട്ട് പാടില്ലേ? ഞാൻ എപ്പോ പാടിയെന്നാ? നീ എനിക്ക് അറിയില്ലെന്ന് വിചാരിക്കേണ്ട ചന്ദ്രയെ സോപ്പിടാൻ വേണ്ടിയിട്ട് നമ്പർ ഇറക്കുന്നതാട്ടോ രവി. നീ ഇടയ്ക്കിടയ്ക്ക് പാടുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നിന്റെ ശബ്ദം ഉണ്ടല്ലോ സുശീലയുടെ ശബ്ദം പോലെ അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടങ്ങ് പുകഴ്ത്തുകയാണ്. കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രയെ വീഴ്ത്താൻ വേണ്ടിയിട്ട് അവസാനത്തെ അടവ് പ്രയോഗിക്കുകയാണ് കേട്ടോ നമ്മുടെ രവി. ചന്ദ്രയ്ക്കാണെങ്കിൽ ഒരു കുളിരുണ്ട് കേട്ടോ. എന്റെ ഫ്രണ്ട്സൊക്കെ പണ്ട് അങ്ങനെയൊക്കെ പറയായിരുന്നു. എന്നാ പിന്നെന്താ പ്രശ്നം? ചന്ദ്രേ, നീ അങ്ങ് പാടിയാ പോരെ? നീ അങ്ങ് പാടുന്നത് കേൾക്കുമ്പോഴേക്കും അടുത്തടുത്ത വർഷങ്ങളിലായിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾ പിറക്കുകയും നമ്മുടെ തലമുറ ജനിക്കുകയും ചെയ്യും. 9 ദിവസം നമുക്ക് കൊലുവയ്ക്കാം. എന്നാ ആദ്യത്തെ ദിവസം നീ തന്നെ പാടണം ചന്ദ്രൻ. ശരി, എന്തൊക്കെയൊക്കെയോ പറയുന്നു. എന്തായാലും ചെയ്തോളാൻ വേണ്ടി പറയാ രവിയേട്ടാ എന്ന് പറഞ്ഞിട്ട് അങ്ങ് എഴുന്നേറ്റ് പോവാണ് കേട്ടോ ചന്ദ്ര അങ്ങ് എഴുന്നേറ്റ് പോകുമ്പോഴേക്കും സച്ചി വെക്കുന്നുണ്ടേ. അമ്മ അത്രയ്ക്ക് നല്ല ഭംഗിയായിട്ട് പാടുവോ? ചുമ്മാ അടിച്ചു വിട്ടാടാ, അല്ലാണ്ട് കൊലു വെക്കാൻ വേണ്ടിട്ട് അവള് സമ്മതിക്കുവോ? ഇവിടെയൊക്കെ ഞാൻ സുശീല എന്നുള്ള കാര്യം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് രവി അവിടെ ഇങ്ങനെ ഇരിക്കും. അച്ഛനാള് കൊള്ളാലോ, എന്തായാലും അച്ഛൻ കലക്കിട്ടു അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനെ ഇങ്ങനെ ഇക്കിളിയാക്കുന്നൊക്കെ ഉണ്ട്. ഒന്ന് പോടാ അവിടെ നിന്ന് പറഞ്ഞിട്ട് രവി അങ്ങ് ഓടിക്കുകയാണ്. രേവതി, എന്തായാലും നീ ആഗ്രഹിച്ചതുപോലെ തന്നെ നടക്കാൻ വേണ്ടി പോവല്ലേ? നിനക്ക് സന്തോഷാണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് സന്തോഷമായി എന്ന് രേവതി പറയുന്നുണ്ട്.